സ്വർഗവും ഭൂമിയും കൂട്ടി വിളക്കും യാക്കോബിൻ ഗോവണി നീ. കർത്താവിൻ ദാസി ഞാൻ എന്നൊരു വാക്കിനാൽ രക്ഷതൻ അമ്മയും നീ. സ്വർഗവും ഭൂമിയും കൂട്ടി വിളക്കും യാക്കോബിൻ ഗോവണി നീ. കർത്താവിൻ ദാസി ഞാൻ എന്നൊരു വാക്കിനാൽ രക്ഷതൻ അമ്മയും നീ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. കന്യകമേരിയമ്മേ, കാവൽ മാലാഖമാരേ, നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ. ഈശോയിൽ ഞങ്ങളെ ചേർത്തിടണേ, ഈശോയിൽ ഞങ്ങളെ ചേർത്തിടണേ. കന്യകമേരിയമ്മേ, കാവൽ മാലാഖമാരേ, നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ. ഈശോയിൽ ഞങ്ങളെ ചേർത്തിടണേ, ഈശോയിൽ ഞങ്ങളെ ചേർത്തിടണേ. ആവേ മരിയ, ആവേ മരിയ, കന്യകമേരിയമ്മേ. 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 പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങളെ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു. പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 28ാമത്തെ ദിവസം. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചായിരുന്നു, നമ്മൾ ഇന്നു മുതൽ ഇനി മുന്നോട്ട് ജീവിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധയോടെ ചേർത്ത് പിടിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച്, നല്ല ക്രിസ്ത്യാനിയായി ഉത്തമ വിശ്വാസത്തിൽ വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ട കാര്യങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിച്ചിട്ട് ഞാൻ പതുക്കെ പിന്മാറുകയാണ് എന്ന്. അങ്ങനെ വേണമല്ലോ, അല്ലെങ്കിൽ ഈ 15-ാം തീയതി 33-ാം ദിവസം അതിൻ്റെ ക്ലൈമാക്സിലെത്തിയിട്ട് പിറ്റേ ദിവസം കാറ്റുപോയ ബലൂൺ പോലെ നമ്മൾ ആയിപ്പോകാൻ പാടില്ല.
നമ്മൾ എക്വിപ്ഡ് ആകണം. മുന്നോട്ട് നടക്കാൻ നമ്മളെ തന്നെ ബലപ്പെടുത്തണം. അതാവശ്യമാണ്. അപ്പം അതുകൊണ്ട് അപ്പം നിങ്ങളിങ്ങനെ തുറിച്ചു നോക്കിയിരിക്കരുത്. എന്താണ് ഇപ്പോൾ വരാൻ പോകുന്നത്? എൻ്റെ കയ്യിൽ അത്ഭുതമില്ല, മിറക്കിൾസ് ഇല്ല, തന്ത്രങ്ങളില്ല. നമ്മൾ ശ്രേഷ്ഠമായി കരുതിയിരുന്ന പലതും മുന്നോട്ട് നടന്ന വഴിയിൽ നമ്മുടെ കൈവിരലുകൾക്കിടയിലൂടെ ചോർന്നു പോയപ്പോൾ അവയെ വീണ്ടും ഒന്ന് ഓർത്തെടുക്കാനും ഒന്ന് പുനർസമർപ്പിക്കാനും ശ്രമിക്കുകയാണ്. ഉദാഹരണത്തിന് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി മുന്നോട്ട് ഈ വിമല ഹൃദയ പ്രതിഷ്ഠയിൽ ആയിരക്കണക്കിന് മനുഷ്യർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇത്രയും പേര് ഇതിനെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി. മാറ്റങ്ങൾ സംഭവിക്കും നമ്മുടെ സഭയിൽ. അതുകൊണ്ട് നിങ്ങളെ ഇന്ന് ആദ്യം ഞാൻ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം പറയാം. അത് സസ്പെൻസായിട്ട് അങ്ങനെ നിൽക്കട്ടെ. കഴിഞ്ഞ 30 വർഷത്തിനിടയ്ക്ക് നിങ്ങൾ ഉത്തരം പറ. വീടുകളിലിരുന്ന് ഒരുമിച്ച് കൂടുന്നവരാണെങ്കിൽ നിങ്ങൾ ഉറക്കെ ഉത്തരം പറയാം. മൊബൈലിലൊക്കെ ഒറ്റയ്ക്കിരുന്ന് ഇടവേളകളിൽ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഉത്തരം പറഞ്ഞ് നോക്കിക്കോ. കഴിഞ്ഞൊരു 30 വർഷത്തിനിടയ്ക്ക് കേരള കത്തോലിക്ക സഭയിൽ ദേവാലയങ്ങളുടെ എണ്ണം കൂടിയോ കുറഞ്ഞോ? ദേവാലയങ്ങളുടെ എണ്ണം കൂടിയിട്ടേ ഉള്ളൂ. അച്ഛന്മാരുടെ എണ്ണം കൂടിയോ കുറഞ്ഞോ? കൂടിയിട്ടേ ഉള്ളൂ. ധ്യാന കേന്ദ്രങ്ങളുടെ എണ്ണം കൂടിയോ കുറഞ്ഞോ? കൂടിയിട്ടേ ഉള്ളൂ. ചാനലുകളുടെ എണ്ണം, ഇപ്പോൾ ശാലോം പോലെയുള്ള ക്രിസ്ത്യൻ ചാനലുകളുടെ എണ്ണം കൂടിയോ കുറഞ്ഞോ? കൂടിയിട്ടേ ഉള്ളൂ. ഇതെല്ലാം കൂടിയിട്ട് നൊവേന കേന്ദ്രങ്ങൾ കൂടിയിട്ടേ ഉള്ളൂ. ദിവ്യകാരുണ്യ ആരാധനയുടെ ഇടങ്ങൾ കൂടിയിട്ടേ ഉള്ളൂ. ധ്യാനഗുരുക്കന്മാർ കൂടിയിട്ടേ ഉള്ളൂ. ഇതെല്ലാം കൂടിയിട്ടും നമ്മളെല്ലാവരും ഒരുമിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. പണ്ടുള്ളതുപോലെ വിശ്വാസം ഇപ്പോഴില്ല. അതെന്താ അങ്ങനെ? അതായത് വിശ്വാസത്തിൻ്റെ ബാഹ്യ പ്രകടനങ്ങളും നമ്മൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ 30 വർഷമായിട്ട് കൂടിയിട്ടേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ പറയുന്നു നെറ്റ് റിസൾട്ട് വിശ്വാസം കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 20-30 വർഷത്തിനിടയ്ക്ക് എന്തോ ഒന്ന് കാര്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 20-30 വർഷത്തിനിടയ്ക്ക് എന്തോ ഒന്ന് സാരമായിട്ട് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കുറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് പറയാമോ? ഞാൻ പറഞ്ഞില്ലേ, ഒരുമിച്ചിരുന്ന് പറയുന്നവർ ഉത്തരം പറ. അതൊരു ഡിസ്കഷൻ ആകട്ടെ. അപ്പോൾ അതൊരു ഇൻ്ററാക്റ്റീവ് സ്റ്റഡി ആയിട്ടത് മാറുമല്ലോ. എന്തായിരിക്കും കഴിഞ്ഞ 20-30 വർഷത്തിനിടയ്ക്ക് കുറഞ്ഞു പോയത്? ആ കുറഞ്ഞു പോയ കാര്യമാകണം നമ്മുടെ വിശ്വാസം താഴോട്ട് പോകുന്നതിലെ ഒരു പ്രധാനപ്പെട്ട കാരണം. അത് കുടുംബ പ്രാർത്ഥനയാണ്. നോക്കിക്കോ, ബാക്കിയെല്ലാം കൂടിയില്ലേ? ആകപ്പാടെ കഴിഞ്ഞ 10-20 വർഷമായി നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് കുറഞ്ഞു വരുന്നത്, അന്യം നിന്ന് പോകുന്നത് എന്താണ്? കുടുംബ പ്രാർത്ഥനയാണ്. സന്ധ്യാപ്രാർത്ഥനകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വെറുതെ ചോദിച്ചാൽ, അതായത് മുടക്കമില്ലാതെ എല്ലാ ദിവസവും വൈകുന്നേരം കുരിശ് വരയ്ക്കുന്ന എത്ര വീടുകളുണ്ടെന്ന് ചോദിച്ചാൽ നമ്മളിൽ പലർക്കും ഉത്തരം മുട്ടിപ്പോവും. പലവിധ കാരണങ്ങൾ പറഞ്ഞ് സന്ധ്യാപ്രാർത്ഥനകളൊക്കെ നമ്മൾ മുടക്കുകയാണ്. പ്രിയമുള്ള ദൈവജനമേ, എന്നെ കേൾക്കുന്ന മുതിർന്ന തലമുറ, നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു കൊടുക്കുക. മുതിർന്ന തലമുറയാണ് ചോദ്യം. നിങ്ങൾ വിശ്വാസം പഠിച്ചത്, വിശ്വാസത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചത് എവിടെങ്കിലും ധ്യാനം കൂടിയിട്ടാണോ? ഏതെങ്കിലും യൂട്യൂബ് പ്രഭാഷണം കേട്ടിട്ടാണോ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായത്? എവിടെങ്കിലും കൺവെൻഷൻ കൂടാൻ പോയിട്ടോ എവിടെങ്കിലും നൊവേന കഴിപ്പിച്ചാണോ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായത്? അല്ല. നമുക്കൊക്കെ വിശ്വാസം കിട്ടിയത് നമ്മുടെ കുഞ്ഞുനാളിൽ നമ്മുടെ അമ്മയോ, നമ്മുടെ അപ്പൻ്റെ അമ്മയോ, അമ്മയുടെ അമ്മയോ ഒക്കെ നമ്മളെ അവരുടെ മടിയിലിരുത്തി നമ്മളുടെ നെറ്റിയിൽ വരച്ചിട്ട വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലേ എന്ന ആദ്യത്തെ പ്രാർത്ഥനയിൽ നിന്നാണ് നമുക്കൊക്കെ വിശ്വാസം കിട്ടിയത്. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസം ഇല്ലാതായി പോകുന്നതിൻ്റെ കാരണം മറ്റെങ്ങും തേടേണ്ട. ആ കുഞ്ഞുങ്ങളെ ഇങ്ങനെ തിരുഹൃദയ രൂപത്തിൻ്റെ മുമ്പിലേക്ക് വിളിച്ചിരുത്തിയിട്ട് അതുങ്ങളുടെ നെറ്റിയിൽ കുരിശ് വരച്ചിട്ട് കൊടുക്കാൻ, നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥന ചൊല്ലിക്കാൻ ഇന്ന് കുടുംബങ്ങളിൽ ആളില്ലാതായി പോവുകയാണ്. ഇന്ന് സന്ധ്യാപ്രാർത്ഥന ഇല്ലാതായി പോകുന്നു. അതിന് പകരം മുക്കിനും മൂലയ്ക്കോ പ്രാർത്ഥന, വീടിൻ്റെ ഓരോ മൂലയ്ക്കും പ്രാർത്ഥനയാണ്. ചേടുത്തി ഫുൾ ടൈം ഒരു മൂലയ്ക്കിരുന്ന് പ്രാർത്ഥിക്കും. മുഴുവൻ ഭക്തയാണ്, മുഴുവൻ സമയം പ്രാർത്ഥനയാണ്. ചേട്ടൻ രാവിലെ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയുന്നു. പിള്ളേർ അവരുടെ വഴി കൂടെയുള്ള പ്രൈവറ്റ് പ്രയർ വേറെയുണ്ട്. എന്നാണ് ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നെന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നത്? ഇന്ന് എല്ലാവരും ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോകാനുള്ള തത്രപ്പാടാണ്. ഒറ്റയ്ക്ക് ടിക്കറ്റ് എടുത്ത് പോവുകയാണ് സ്വർഗത്തിലേക്ക്. നടക്കത്തില്ല, അങ്ങനെ ഒരു യാത്ര ഇല്ല സ്വർഗത്തിലോട്ട്.
അങ്ങനൊരു യാത്രയില്ല ക്രിസ്ത്യാനിക്ക്. സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ എന്ന് ലോകത്തൊരു ക്രിസ്ത്യാനിയും പ്രാർത്ഥിക്കുന്നില്ലല്ലോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നല്ലേ പ്രാർത്ഥിക്കുന്നത്. ഈ യാത്ര കൂട്ടായ്മയിലുള്ള തീർത്ഥാടനമാണ്. അതുകൊണ്ട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക എൻ്റെ ദൈവജനമേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ പുതിയ ഗിമ്മിക്സിൻ്റെ പുറകെ പോകാതെ, തട്ടിക്കൂട്ട് ഭക്തിയുടെ പുറകെ പോകാതെ, നമ്മുടെ പൂർവികർ പാലിച്ചു പോകുന്ന നിഷ്ഠകളുണ്ട്. നമുക്ക് ഇന്നത്തെ ഒരു ട്രെൻഡ് അതൊക്കെ കളഞ്ഞിട്ട് പുതിയ അഭ്യാസങ്ങളുടെ പുറകെ പോവുകയാണ്. അതിനകത്തൊരു രസമുണ്ടല്ലോ, ഒരു വെറൈറ്റി ഉണ്ടല്ലോ. ഈ നാട്ടിലെ, ഈ ഭാരത മണ്ണിൽ 20 നൂറ്റാണ്ട് വിശ്വാസം ജീവിച്ചതാണ്. 20 നൂറ്റാണ്ട് വിശ്വാസം ജീവിച്ചതാണ്. എന്നിട്ട് അന്നൊന്നുമില്ലാത്ത ടെൻഷനാണ് ഇന്ന് വിശ്വാസം ഒന്ന് കൈമാറാൻ. അതുങ്ങളൊന്നും ഇത്രയും അഭ്യാസം കാണിക്കാതെ വിശ്വാസം തലമുറകൾ കൈമാറി കൊടുത്തതാണല്ലോ. അതിനകത്തൊരു പ്രധാനപ്പെട്ട മാർഗമായിരുന്നു സന്ധ്യാനേരത്ത് വിളക്ക് കത്തിച്ചു വെച്ച് എല്ലാവരും കൂടെ, അപ്പനും അമ്മയും മക്കളും കൊച്ചുമക്കളും കൂടെ ഒക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചിരുന്ന കുടുംബങ്ങളായിരുന്നു നമ്മുടെ കുടുംബങ്ങൾ. ഇന്ന് അത്തരം പ്രാർത്ഥനകളാണ് അത്തരം പ്രാർത്ഥനകൾ ഇല്ലാതായി പോകുന്നതാണ് നമ്മുടെ വിശ്വാസ ഇടിവിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്നൊന്നും തിരിച്ചറിയണേ. കുഞ്ഞുങ്ങളെ വീട്ടിലിരുത്തി പ്രാർത്ഥിപ്പിക്കും. ഇന്നത്തെ ഒരു ട്രെൻഡ്, ഡെയിലി പ്രെയർ ഇല്ല, സന്ധ്യാപ്രാർത്ഥന ഇല്ല. വളരെ വിഷമിച്ചാണ് സൺഡേ സ്കൂളിൽ വിടുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവധിക്കാലമാകുമ്പോൾ പിള്ളേരെ ധ്യാനത്തിന് വിടുക. ക്രാഷ് കോഴ്സാണ്. പിള്ളേരെ ധ്യാനത്തിന് വിട്ടിട്ട് ഒരു 5-6 ദിവസം കൊണ്ട് വിശ്വാസിയാക്കി തിരിച്ചു തരണമെന്നാണ് പേരൻസിൻ്റെ റിക്വസ്റ്റ്. എങ്ങനെ നടക്കാനാണ്? എൻ്റെ പ്രിയമുള്ള മാതാപിതാക്കളെ, നിങ്ങൾ വീട്ടിൽ പഠിപ്പിക്കാത്ത വിശ്വാസം ഒരു കുഞ്ഞിനെയും ഒരു വൈദികനും പഠിപ്പിക്കാൻ പറ്റില്ലെന്ന് ഓർക്കണേ. ഒരു ധ്യാന കേന്ദ്രത്തിൽ നിന്ന് കിട്ടില്ല കുഞ്ഞുങ്ങൾക്ക്. അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്ന ദൈവത്തെ കണ്ട് കുഞ്ഞുങ്ങൾ വളരട്ടെ. അതിന് സന്ധ്യാപ്രാർത്ഥന വേണം. അതുകൊണ്ട് ഈ വിമല ഹൃദയ പ്രതിഷ്ഠയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഇനി നമ്മൾ ഓരോ ദിവസത്തേക്കുള്ള ഹോംവർക്ക് തുടങ്ങിയില്ലായിരുന്നോ? ഇനിയിപ്പോൾ ഞാൻ ലൈഫ് ടൈം ഹോംവർക്ക് തരാൻ തുടങ്ങുകയാണ്. ഇനിയുള്ള ഷെഡ്യൂൾ അങ്ങനെയാണ്. ഇനിയുള്ള ഓരോ ഹോംവർക്കും അതുകൊണ്ട് ഇത് പബ്ലിഷ് ചെയ്യുമ്പോൾ ആ രീതിയിലായിരിക്കും എഴുതിത്തരുന്നത്. അതായത് ഇന്നത്തേക്കുള്ള ഹോംവർക്ക് എന്നല്ല, ആയുസ്സിലേക്കുള്ള ഹോംവർക്കുകൾ തുടങ്ങുകയാണ്. ഇനി ഒരു 5-6 ദിവസത്തെ ഹോംവർക്കുകൾ ആയുസ്സിലേക്കുള്ള ഹോംവർക്കാണ്. ആദ്യത്തെ ഹോംവർക്ക്, ഇനി മുതൽ എൻ്റെ കുടുംബത്തിൽ സന്ധ്യാപ്രാർത്ഥന ഉണ്ടായിരിക്കും. തീരുമാനം അതാ. വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുന്ന കൂട്ടത്തിൽ കുടുംബങ്ങൾ എൻ്റെ വലിയ പ്രതീക്ഷയാണ് കേട്ടോ ഇത്. അതായത് കേരളത്തിൽ അല്ലെങ്കിൽ മലയാളം അറിയാവുന്ന എന്തുമാത്രം കുടുംബങ്ങളാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. നമ്മളെല്ലാവരും കൂടി തീരുമാനം എടുത്താൽ എന്തൊരു മാറ്റമായിരിക്കും നമുക്ക് വരാൻ പോകുന്നത്, സഭയിൽ വരാൻ പോകുന്നത്. ഇനി മുതൽ എൻ്റെ കുടുംബത്തിൽ സന്ധ്യാപ്രാർത്ഥന മുടക്കില്ല ഞാൻ എന്ന് തീരുമാനമെടുക്കുക. ഈ ഷാജി തുമ്പേച്ചേറി അച്ഛനെ അറിയാമല്ലോ നിങ്ങൾക്ക്. ഞങ്ങളുടെ രൂപതയിലെ പ്രശസ്തനായ ഒരു വൈദികനാണ് ചങ്ങനാശ്ശേരിയിലത്. അച്ഛൻ മരിയൻ എന്നുള്ള പാട്ടൊക്കെ എഴുതിയ, അമ്മയമ്മേ തായയൊക്കെ എഴുതിയ മാതാവിൻ്റെ വലിയ ഭക്തനാണ്. അപ്പം ഞാൻ കുഞ്ഞുനാളിൽ സൺഡേ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ ഈ ഫൊറോന മത്സരത്തിനൊക്കെ പോകുമ്പോൾ പദ്യോച്ചാരണം, കവിതാലാപനം, അന്ന് പാട്ടൊന്നും അറിയാവുന്നവരൊന്നും ആയിരിക്കത്തില്ല വിട്ടത്. അതുകൊണ്ടാണ് ഞാൻ പോയേണ്ട വന്നത്. അപ്പോൾ ഞാൻ പ്രസംഗവും ബാക്കി അങ്ങനത്തെ വകുപ്പുകളുടെ കൂട്ടത്തിൽ ഏതായാലും ഇവൻ പോകുന്നില്ല, എന്നാൽ പിന്നെ ഇവനെ പദ്യം കൂടെ പഠിപ്പിച്ചിട്ട് വിട്ടേക്കാമെന്ന് വിചാരിച്ചിട്ട് ടീച്ചർമാർ എന്നെ പദ്യം കൂടെ പഠിപ്പിച്ചിട്ട് വിട്ടായിരുന്നു. സമ്മാനമൊന്നും കിട്ടിയൊന്നുമില്ല, പക്ഷേ ആ പദ്യം എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അത് ഈ അച്ഛൻ്റെ ഒരു കവിതയാണ്. അമ്മ എന്നാണ് ആ കവിതയുടെ പേര്. സുന്ദരമായ കവിതയായിരുന്നു. അതിപ്പോഴും ഞാൻ 5ാം ക്ലാസ്സിൽ വല്ലതും പഠിച്ചപ്പോൾ ചൊല്ലിയ കവിതയായിരുന്നു. അതിപ്പോഴും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അതായത് ആ കവിതയുടെ പശ്ചാത്തലം, അമ്മ മരിച്ചു കിടക്കുകയാണ്. അപ്പോൾ വീടിൻ്റെ മുറ്റത്ത് പന്തൽ കെട്ടി വെള്ള വിരിച്ച മേശയിൽ അമ്മയുടെ ചേതനയേറ്റ ശരീരം കിടത്തിയിരിക്കുകയാണ്. ഈ ശരീരത്തെ നോക്കി മകൻ പാടുന്ന പാട്ടാണ് ഈ അമ്മ എന്ന കവിത. കവിതയുടെ ആദ്യ ഭാഗമൊക്കെ വളരെ ലളിതമായിട്ട് ഇങ്ങനെ തുടങ്ങി വരികയാണ്. അമ്മയുടെ മുഖത്ത് നോക്കി മകൻ പാടുകയാണ്, നൊന്തുപെറ്റ സ്നേഹമേ, പേറ്റു നോവിൻ്റെ പേരിൽ ഒരു 10 പൈസ പോലും പറഞ്ഞു വാങ്ങാത്ത സ്നേഹമേ, നീ സ്വയം ഒതുങ്ങിയും ഞെരുങ്ങിയും വെച്ചു വിളമ്പിയ വാത്സല്യവും എന്നൊക്കെ പറഞ്ഞ് മകൻ ഇങ്ങനെ അമ്മയെ നോക്കി നാട്ടുകാർ കാണെ പാടിത്തുടങ്ങുകയാണ്. പക്ഷെ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ മകനൊരു 4 വരി പാടുന്നുണ്ട് അമ്മയെ നോക്കി. അതിങ്ങനെയാണ്, ആ വരിയാണ് സുന്ദരം. അതാണ് എന്നെ ഏറ്റവും ആകർഷിച്ചത്. മകൻ പാടുന്ന പാട്ട്, നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലവേ, നാവൊന്നു തെറ്റിയാൽ 16 പ്രാവശ്യം ചൊല്ലിപ്പഠിപ്പിച്ച സ്നേഹമേ,
നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലവേ നാവൊന്ന് തെറ്റിയാൽ നന്നാല് 16 പ്രാവശ്യം ചൊല്ലി പഠിപ്പിച്ച സ്നേഹമേ, നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ഞാൻ ചൊല്ലുമ്പോൾ എൻ്റെ നാവ് ഒന്ന് തെറ്റിയാൽ 16 പ്രാവശ്യം എന്നെ ചൊല്ലിപ്പഠിപ്പിച്ച എൻ്റെ അമ്മയാണ് ഈ കിടക്കുന്നതെന്ന് പറഞ്ഞാണ് മകൻ കരയുന്നത്. എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച അമ്മയാണ്, എന്നെ ദൈവത്തെ കാട്ടിത്തന്ന അമ്മയാണ് ഈ കിടക്കുന്നതെന്ന് പറഞ്ഞ് മകൻ സങ്കടപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങളുമൊക്കെ മരിക്കും. അന്ന് മരിച്ച് ഇങ്ങനെ നല്ല സാരിയൊക്കെ ഉടുത്ത് ഇങ്ങനെ പൊതിഞ്ഞു കെട്ടി പെട്ടിക്കകത്താക്കി കിടത്തുന്ന ദിവസം നിങ്ങളുടെ പിള്ളേർ എന്തു പറഞ്ഞായിരിക്കും കരയാൻ പോകുന്നതെന്ന് ചിന്തിക്കണം. നിങ്ങളുടെ ആരുടെയെങ്കിലും പിള്ളേർ കരയുമോ? എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച അമ്മയാണ് ഈ കിടക്കുന്നതെന്ന് പറഞ്ഞ് കരയും. പിള്ളേർ പലതും പറയും, ദേ കിടക്കുന്നു തള്ള, സ്വത്ത് വിഹിതം വെച്ചപ്പം എന്നെപ്പറ്റി ചെല്ലാൻ മറ്റവന് കൊടുത്ത ആളാണ് ഈ കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കരയുമായിരിക്കും. എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച അമ്മയാണ്, എനിക്ക് ഈശോയെ തന്ന അമ്മയാണ് കിടക്കുന്നതെന്ന് പറഞ്ഞ് നമ്മൾ എത്ര പേരുടെ മക്കൾ കരയും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ മാതാപിതാക്കൾ ശ്രദ്ധിച്ചേ, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ലതൊക്കെ കൊടുക്കുന്നില്ലേ? നല്ല ഭക്ഷണമല്ലേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്? ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കൾ എത്ര പട്ടിണിയാലും കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും മുന്തിയ ഭക്ഷണം കൊടുക്കുന്നില്ലേ? കൊടുക്കണം, നല്ല കാര്യം. നല്ല വസ്ത്രം കൊടുക്കുന്നില്ലേ? കൊടുക്കണം. നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നില്ലേ? നമ്മുടെ വരുമാനം നോക്കാതെ നല്ല സ്കൂളിലൊക്കെ ഫീസ് കൊടുത്തു വിട്ട് പഠിപ്പിക്കുന്നില്ലേ? നല്ല കാര്യം. ഇതെല്ലാം ചെയ്യുന്ന നിങ്ങൾ എന്തേ ഏറ്റവും ശ്രേഷ്ഠമായത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കൊടുക്കാൻ മറന്നു പോകുന്നു? ഇതെല്ലാം കൊടുത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെ കൊടുത്തില്ലെങ്കിലുണ്ടല്ലോ, കാലമേറെ കഴിയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ മാഞ്ഞു പോയി കഴിയുമ്പോൾ ഒരു ദിവസം അവളുടെ ജീവിതത്തിൽ അവൻ്റെ സമ്പത്ത്, അവൻ്റെ പേര്, അവൻ്റെ ആസ്തികൾ ഒന്നും അവന് തുണയ്ക്കെത്താത്തൊരു കാലത്ത് അവൻ നിങ്ങളെ നോക്കി കണ്ണീരോടെ പറയും, അപ്പാ അമ്മേ നിങ്ങളെനിക്ക് ദൈവത്തെ തന്നില്ലല്ലോ എന്ന് കണ്ണീരോടെ പറയും. പക്ഷേ നിങ്ങൾ ദൈവത്തെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവ കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോയെങ്കിലും സാരമില്ല. കുറേ കഴിയുമ്പോൾ ഉണ്ടല്ലോ ഈ ബുദ്ധിമുട്ടൊക്കെ മാറും, കൊച്ചു വളരും, അവൻ മിടുക്കനാകും, അവൾ നല്ല നിലയിലെത്തും. അന്ന് നന്ദിയോടെ തിരിഞ്ഞ് പറയും, എൻ്റെ അപ്പ എൻ്റെ അമ്മ എന്നെ ഈശോയെ കാണിച്ചു വളർത്തി, അതിൻ്റെ അനുഗ്രഹമാണ് ഈ കാണുന്നതൊക്കെ എന്ന് പറയും. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ വീട്ടകത്തിരുത്തി ഈശോയെ കാണിച്ച് വളർത്ത്. അതിന് കിട്ടുന്ന അവസരമാണ് സന്ധ്യാപ്രാർത്ഥന. ഓരോ ദിവസവും കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് നാളത്തെ ദിവസങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് സന്ധ്യാപ്രാർത്ഥന ചെല്ലുന്ന കുടുംബങ്ങളായി നമ്മുടെയൊക്കെ കുടുംബങ്ങൾ മാറണം. അതിന് നമുക്ക് ആഗ്രഹിക്കാം. ഈ വിമല ഹൃദയ പ്രതിഷ്ഠ അങ്ങനൊരു തീരുമാനമെടുക്കാൻ ഏറ്റവും നല്ല അവസരമാണ്. തിരിച്ചറിഞ്ഞ് സന്ധ്യാപ്രാർത്ഥന മുടങ്ങാത്ത എല്ലാ ദിവസവും ഒരുമിച്ച് ദൈവസ്തുതികൾ ഉയരുന്ന കുടുംബങ്ങളായി നമ്മുടെയൊക്കെ കുടുംബങ്ങൾ മാറട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാം. ആമേൻ. പ്രവൃത്തി. ഇന്നു മുതൽ എല്ലാ ദിവസവും എൻ്റെ കുടുംബത്തിലും സന്ധ്യാപ്രാർത്ഥന ഉണ്ടായിരിക്കും എന്ന് തീരുമാനമെടുക്കുക. സ്നേഹരാജൻ നിന്നിലെല്ലാമേ ജീവനും സ്നേഹവുമേ വാവ യേശുനാഥ. സ്നേഹനാഥ എൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ വാവാ യേശുനാഥ. സ്നേഹമേ
ആരാധന ആരാധന യേശുവേ ആരാധന. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ നാഥനെ നിനക്ക് ആരാധന. ഈശോയെ, വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 33 നാളുകൾ, അതിൻ്റെ ഒടുവിലത്തെ 6 ദിവസങ്ങളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഞങ്ങൾ ഇനി തിരുസന്നിധിയിൽ യാചിക്കുന്നത്, കർത്താവേ, മുന്നോട്ട് ജീവിക്കുവാൻ നല്ല വിശ്വാസിയായി നിന്നോട് ചേർന്ന് നിന്റെ സ്വഭാവ സവിശേഷതകളെ പകർത്തി വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നവയെ ഞങ്ങൾ ധ്യാനിക്കുകയാണ്. ഞങ്ങളുടെ പൂർവികർ തലമുറകൾ കൈമാറി ഞങ്ങൾക്ക് തന്ന വിശ്വാസ പാരമ്പര്യത്തിൻ്റെ കണ്ണി ഞങ്ങളുടെ കാലത്ത് അറ്റുപോകാതെ ഇളം തലമുറയ്ക്ക് കൈമാറുവാൻ തക്കവിധം ഞങ്ങൾ തന്നെ സജ്ജരാക്കാൻ ശ്രമിക്കുകയാണ്. ഈശോയെ, നിന്റെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഈശോ, ഞങ്ങളുടെ കുടുംബങ്ങളെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിനക്കറിയാം കർത്താവേ, ഞങ്ങളിൽ നിന്ന് നിന്റെ സന്നിധിയിലേക്ക് ഏറ്റവും അധികം ഉയരുന്ന പ്രാർത്ഥനകൾ ഞങ്ങളുടെ കുടുംബങ്ങളെ സംബന്ധിച്ചുള്ള പ്രാർത്ഥനകളാണ്. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾ ഞങ്ങളുടെ കണ്ണീരാണ്. ഈശോയെ, ഞങ്ങളുടെ വരുമാന മാർഗങ്ങൾ അടഞ്ഞു പോകുന്നത് ഞങ്ങളുടെ നൊമ്പരമാണ്. ഒരു നല്ല വീട് കെട്ടിപ്പടുക്കാൻ ഞങ്ങൾ പെടുന്ന പാട് കർത്താവേ നിനക്കറിയാം. ഈശോ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ ആശങ്കകൾക്ക് അറുതിയില്ലെന്ന് നിനക്കറിയാമല്ലോ. തമ്പുരാനേ, ഞങ്ങളുടെ കുടുംബങ്ങളെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയെ, ഞങ്ങൾ ഇന്ന് ചിന്തിച്ചത് കുടുംബ പ്രാർത്ഥനയെക്കുറിച്ചാണ്. ഞങ്ങളുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥനയില്ലാത്തൊരു ദിവസം പോലും ഉണ്ടാകാതിരിക്കട്ടെ. അത്തരമൊരു തീരുമാനം വളരെ റാഡിക്കലായിട്ട് കർത്താവേ ഞങ്ങൾക്കെടുക്കാൻ നീ ശക്തി തരണേ. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുനാളിലെ ശീലങ്ങളുടെ ഭാഗമായിരുന്നു കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്നുള്ള സന്ധ്യാപ്രാർത്ഥന. ഇന്ന് അത് അന്യം നിന്ന് പോകുമ്പോൾ ഞങ്ങൾ ബോധപൂർവം പരിശ്രമിക്കുകയാണ് കർത്താവേ അതിനെ പുനഃസ്ഥാപിക്കാൻ. ഇന്ന് ഞങ്ങളെടുക്കുന്ന തീരുമാനം അന്ത്യം വരെ പാലിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ എല്ലാ സായാഹ്നങ്ങളിലും പ്രാർത്ഥന ഉയരട്ടെ. ഓരോ ദിവസവും ഞങ്ങളെ കാത്തുപരിപാലിക്കുന്ന നിന്നെ നന്ദിയോടെ ഓർക്കാതെ ഞങ്ങൾ എങ്ങനെ കിടക്കയിലേക്ക് വീഴും? നിന്റെ അനുഗ്രഹത്തിനായി ഞങ്ങൾ ഒരുമിച്ച് യാചിക്കാതെ ഞങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് നടക്കാൻ കഴിയും കർത്താവേ? പലവിധ കാരണങ്ങൾ പറഞ്ഞ്, അത് തിരക്കിൻ്റെ പേരിൽ, കച്ചവടത്തിൻ്റെ പേരിൽ, ഉദ്യോഗത്തിൻ്റെ പേരിൽ, കുട്ടികളുടെ പഠനത്തിൻ്റെ പേരിൽ, ട്യൂഷൻ്റെ പേരിൽ ഒക്കെ കർത്താവേ, ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയെ മാറ്റിവെച്ചപ്പോൾ ഞങ്ങൾ വലിയ ഭോഷത്വമാണ് കാണിച്ചതെന്ന് ഞങ്ങളും തിരിച്ചറിയട്ടെ. ഞങ്ങളുടെ തലമുറകളോട് പറയാതെ പറഞ്ഞു, ഇതത്ര വലിയ പ്രധാനപ്പെട്ട കാര്യമല്ല, മറ്റുള്ളവയാണ് പ്രധാനമെന്ന് ഞങ്ങളുടെ പ്രവൃത്തിയിലൂടെ എതിർസാക്ഷ്യം നൽകിപ്പോയി കർത്താവേ. ഈശോ, നിന്റെ സന്നിധിയിൽ എല്ലാ ദിവസവും ഒരല്പം നേരം കുടുംബം ഒരുമിച്ചിരിക്കുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് ഓരോ കുടുംബവും ഏറ്റുപറയട്ടെ ഇന്നു മുതൽ. ഈശോയെ, കുടുംബ പ്രാർത്ഥനകൾ ഞങ്ങളുടെ ദേശത്ത് തിരികെ വരട്ടെ. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കട്ടെ, നന്ദിയോടെ പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ സങ്കടങ്ങളെ ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, ഇന്നോളം ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ നന്ദിയോടെ ഓർത്ത്, നീ ചൊരിഞ്ഞ നിരവധിയായ കൃപകളെ നന്ദിയോടെ ഓർത്ത് ഇന്നിതാ തിരുസന്നിധിയിൽ കുടുംബം ഒരുമിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഒരു യോഗ്യതയും ഇല്ലാതിരുന്നിട്ടും
ഞങ്ങളെ ഇത്രത്തോളം നീ എത്തിച്ചില്ലേ അപ്പാ. ഞങ്ങളുടെ കുടുംബങ്ങളെ നീ കൈപിടിച്ചുയർത്തിയില്ലേ തമ്പുരാനെ. ഇനിയും തിരുസന്നിധിയിൽ പ്രാർത്ഥനകളും യാചനകളുമായി ഒരുമിച്ചിരിക്കാൻ, നിന്റെ സാന്നിധ്യാനുഭവത്തിൽ മുന്നോട്ട് നടക്കാൻ ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളിലും ഇനി കുടുംബ പ്രാർത്ഥനകൾ പുനഃസ്ഥാപിക്കപ്പെടട്ടെ. അതിന് തക്ക കൃപയ്ക്കായി കർത്താവിനോട് യാചിച്ച് ഇന്നയോളം ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളെയും തിരുസന്നിധിയിൽ സമർപ്പിച്ച് കുടുംബ പ്രാർത്ഥനയിൽ ഒരുമിച്ചിരിക്കുന്ന കുടുംബങ്ങളായി നമ്മുടെ ഭവനങ്ങൾ മാറുവാൻ യാചിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ മക്കൾക്ക്. 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 പരിശുദ്ധ കന്യകാമറിയമേ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ. പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പവലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ. പ്രിയപ്പെട്ട അമ്മേ, സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ. ഞാൻ അങ്ങേക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ. മറിയമേ, ദിനം പ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ ഹേതുവാകട്ടെ.
മിശിഹായുടെ ദിവ്യാത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. മിശിഹായുടെ തിരുശരീരമേ, എന്നെ രക്ഷിക്കണമേ. മിശിഹായുടെ തിരുരക്തമേ, എന്നെ ലഹരി പിടിപ്പിക്കണമേ. മിശിഹായുടെ തിരുവിലാവിലെ വെള്ളമേ, എന്നെ കഴുകണമേ. മിശിഹായുടെ കഷ്ടാനുഭവമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ. നല്ല യേശു, എന്റെ അപേക്ഷ കേൾക്കണമേ. അങ്ങേ തിരുമുറിവുകളുടെ ഇടയിൽ എന്നെ മറച്ചുകൊള്ളണമേ. അങ്ങയിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ദുഷ്ടശത്രുക്കളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. എൻ്റെ മരണനേരത്ത് എന്നെ അങ്ങേ പക്കലേക്ക് വിളിക്കണമേ. അങ്ങേ പരിശുദ്ധന്മാരുടെ കൂടെ നിത്യമായി അങ്ങേ സ്തുതിക്കുന്നതിന് അങ്ങേ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ.
ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ മേൽ അരുളുണ്ടായിരിക്കണമേ. അമലോത്ഭവ മറിയത്തിന്റെ കറയില്ലാത്ത ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുഹൃദയത്തിന്റെ നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോയുടെ തിരുഹൃദയം എല്ലായിടത്തും എല്ലാവരാലും സ്നേഹിക്കപ്പെടട്ടെ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. സ്വലോകരാജ്ഞിയാകുമമ്മേ, രക്ഷകന്റെ ജനനിയാകുമമ്മേ,